അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് ഞാൻ നിങ്ങളെ വെൽക്കം ചെയ്യുവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം, ഈ ചാപ്റ്റർ നിങ്ങൾ റിയലൈസ് ചെയ്യാൻ പോകുന്നൊരു കാര്യം, യു നത്തിങ് ബട്ട് എ മെമ്മറി. ഓർമ്മകളുടെ ഒരു ശേഖരം മാത്രമാണ് നിങ്ങൾ. ചെറുപ്പത്തിലെ കളിച്ച് വളർന്ന ഓർമ്മകൾ, പഠിച്ച ഓർമ്മകൾ, പരാജയപ്പെട്ട ഓർമ്മകൾ, ജയിച്ച ഓർമ്മകൾ, ജീവിതത്തിൽ വിജയം ആർജിച്ചിട്ടുള്ള ആൾക്കാർ അവരുടെ ഓർമ്മകളെ അതിജീവിച്ച ആൾക്കാരാണ്, ഓർമ്മകളെ മാസ്റ്റർ ചെയ്ത ആൾക്കാരാണ്. ഓർമ്മകൾ നിങ്ങളെ വിജയിപ്പിക്കുന്നു. ഇപ്പോൾ ഉള്ള നിങ്ങളുടെ ഓർമ്മകൾ വിജയത്തിൻ്റെ ഓർമ്മകളാണെങ്കിൽ, ആനന്ദത്തിൻ്റെ ഓർമ്മകളാണെങ്കിൽ, സന്തോഷത്തിൻ്റെ ഓർമ്മകളാണെങ്കിൽ, ആരോഗ്യത്തിൻ്റെ ഓർമ്മകളാണെങ്കിൽ, അബണ്ടൻസിൻ്റെ ഓർമ്മകളാണെങ്കിൽ, ഇനിയും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ആ ഓർമ്മകളെ അട്രാക്റ്റ് ചെയ്യും. എന്തുണ്ട് അത് മറ്റതിനെ അട്രാക്റ്റ് ചെയ്യുന്നു. യു അട്രാക്ട് വാട്ട് യു ഓൾറെഡി ഹാവ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ഓർക്കുന്ന കാര്യങ്ങൾ നിങ്ങളായി മാറുന്നുണ്ട്, നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങളായി മാറുന്നുണ്ട്. ആ ഓർമ്മകളെ നിങ്ങൾ വീണ്ടും ഓർക്കുമ്പോൾ പുതിയ നിങ്ങളെ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പുതിയ ആൾ നിങ്ങൾക്ക് വേണ്ട ആളായി മാറുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഓർമ്മകൾ നിങ്ങൾക്ക് വേണ്ട ഓർമ്മകളല്ലെന്നാണ്. അതിനെയാണ് ഈ ചാപ്റ്റർ ഹാൻഡിൽ ചെയ്യുന്നത്. പവർ സെറമണി സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ നമ്പർ 5, പവർ സെറമണി. അധ്യായം 5, പവർ സെറമണി. അർജുൻ ഒരു സമയം ഒരുപാട് റോളുകൾ മാറി മാറി ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിവർന്ന് കൈകൾ യേശുക്രിസ്തുവിനെ പോലെ വിരിച്ച് എന്റെ മുന്നിൽ നിൽക്കുന്ന അദ്ദേഹം ഇപ്പോൾ ഒരു യോഗാചാര്യന്റെ റോളിലാണ്. ആദ്യം നേരെ നിൽക്കുക, അദ്ദേഹം പറഞ്ഞു. ശരീരം അല്പം പിന്നിലേക്ക് വളച്ച് തലയുയർത്തി 2 കൈകളും വിരിച്ചു പിടിച്ചുകൊണ്ട് ശരീരം പരമാവധി വിസ്തൃതമാക്കി 2 മിനിറ്റ് നേരം നിൽക്കുക. ഈ നിൽപ്പുകൊണ്ട് പെട്ടെന്ന് തന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഹോർമോണുകൾ 25% വരെ കുറയ്ക്കാൻ സാധിക്കും. സത്യമാണോ? അർജുൻ എങ്ങനെയാണ് ഈ ആശയങ്ങളൊക്കെ കിട്ടുന്നതെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിച്ചു. അതെ, ഇത് ചെയ്യുന്നതിലൂടെ നമ്മുടെ വ്യക്തിപ്രഭാവവും 20%-ലേറെ കൂട്ടാൻ കഴിയും, അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ ശരീരം നിഗൂഢമായ ഒരു നിധിപ്പെട്ടി പോലെയാണ്. നീ തയ്യാറാണെങ്കിൽ അതിന്റെ മാജിക് നിനക്ക് അനുഭവിക്കാൻ കഴിയും. എന്റെ കണ്ണുകൾ വിടർന്നു. മാജിക്കോ? ഇതിലൂടെ എനിക്ക് കടം വീട്ടാനുള്ള 4 കോടി രൂപ ഉണ്ടാക്കാൻ കഴിയുമോ? എന്നാൽ ഇതൊരു മാജിക് തന്നെയാണെന്ന് ഞാൻ സമ്മതിക്കാം. ലിൻഡ, അർജുൻ എന്റെ നേരെ കണ്ണിറുക്കി. അദ്ദേഹത്തിന്റെ ആ കുസൃതി നിറഞ്ഞ നോട്ടം എനിക്കിപ്പോൾ വളരെ പരിചിതമാണ്. എന്തു പറഞ്ഞാലും നിനക്കുള്ള ഈ സംശയം ഒരു പ്രശ്നത്തിന്റെ ഭാഗമാണ്. നമുക്ക് പിന്നീട് ഒരിക്കൽ അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ഞാൻ മൂക്കു ചുളിച്ചുകൊണ്ട് തലയാട്ടി. ശരി, തുടരൂ. ഞാൻ പറയുന്നത് പോലെ കൃത്യമായി ചെയ്യുക. നിന്നെ ആർക്കും ഒരു ശക്തിക്കും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നതുപോലെ ഉറച്ച ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയും നിൽക്കുക. നീ യഥാർത്ഥത്തിൽ ടെക്നോളജിയിലെ സാറാ ബ്ലേക്കിയാണെന്ന് വിചാരിച്ചു നിൽക്കുക. ഞാൻ എന്റെ കണ്ണുകൾ അടച്ചു. കരിനീല നിറത്തിലുള്ള ഒരു സ്യൂട്ട് അണിഞ്ഞ് ഞാൻ വളരെ വിശാലമായ നിറമുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു വേദിയിലേക്ക് ചുവടുവെച്ചു. അവിടെ ഒരു പെൺകുട്ടി എനിക്കുള്ള ക്രിസ്റ്റലിൽ ആലേഖനം ചെയ്ത ഫലകം പിടിച്ചു നിൽക്കുന്നു. വൻ വിജയം നേടിയ സംരംഭകയ്ക്കുള്ള അവാർഡ് എന്റെ കൈകളിലേക്ക് വച്ചു തരുമ്പോൾ കാണികളുടെ കയ്യടികളും ആർപ്പുവിളികളും എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. ആർപ്പു വിളിക്കുന്നവരിൽ എന്റെ കുടുംബവുമുണ്ട്. ചാർലി എന്ന ആ തന്തയില്ലാത്തവനും അവിടെ ഒരു മൂലയിലിരിപ്പുണ്ട്. വളരെ ദുഃഖകരം, വളരെ മോശം. എന്റെ ചാർലി, നിന്റെ അവസ്ഥ. ഒന്നിനും കൊള്ളില്ലാത്തവളെന്ന് പറഞ്ഞ് നീ ഒരിക്കലും ഉപേക്ഷിച്ച ആ അസാമാന്യായ വനിതാ സംരംഭകയെ നീ ശരിക്കും കണ്ടോ? നീ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. ഇനി തല ഉയർത്തിക്കോളൂ. 2 വിരലുകൾ കൊണ്ട് എന്റെ താടി ഉയർത്തിക്കൊണ്ട് അർജുൻ പറഞ്ഞു. നേരെ നിന്ന് കണ്ണുകൾ തുറക്കുക. ശരീരത്തിന്റെ മധ്യഭാഗത്ത്
അതായത് പൊക്കിളിന്റെ 2 ഇഞ്ച് താഴെയായി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിന്റെ മധ്യഭാഗത്ത് നിന്ന് ഒരു മരം പോലെ വേരുകൾ താഴേക്ക് വളരുന്നത് പോലെ നീ ഭൂമിയോട് പരമാവധി ഒട്ടിച്ചേർത്ത് നിൽക്കുന്നതായി സങ്കല്പിക്കുക. ഇനി പൂർണ്ണമായ വിജയം നേടിയതായി സങ്കല്പിച്ചുകൊണ്ട് ഒരു ചുവട് മുന്നോട്ട് വയ്ക്കുക. ആരെ കൊണ്ടും നിന്നെ പിടിച്ചു നിർത്താൻ ആകാത്തതുപോലെ ഒരു ചുവട് കൂടി മുന്നോട്ട് വയ്ക്കുക. അദ്ദേഹം പറയുന്നതിനൊപ്പം അതുപോലെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. ബില്യൺ ഡോളറുകൾ നേടിയ ആത്മവിശ്വാസത്തോടെ ഒരു ചുവടിനു ശേഷം അടുത്ത ചുവട്, അതിനുശേഷം അടുത്തത്. അർജുന്റെ സൗമ്യമായ ശബ്ദമായിരുന്നു എന്നെ പവർ സെറമണിയിൽ വഴികാട്ടിയത്. വളരെ ലളിതമായിട്ടാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടായിരുന്നു. ഇനി പറക്കാൻ പോകുന്നത് പോലെ കൈകൾ ഇരുവശത്തേക്കും നിന്റെ ഹൃദയത്തിന്റെ തലത്തിൽ വിരിച്ചു പിടിക്കുക. എന്നിട്ട് നിന്നെ മറ്റൊരാൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുള്ള ഏതെങ്കിലും അനുഭവത്തെക്കുറിച്ച് ചിന്തിക്കുക. അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എനിക്കാണെങ്കിൽ വർഷങ്ങളായി അങ്ങനെയൊരു ആത്മാർത്ഥമായ സ്നേഹത്തിന്റെ അനുഭവം ഉണ്ടായിട്ടില്ല. എന്നിരുന്നാലും ഞാനതിന് പരമാവധി ശ്രമിച്ചു. ആ അനുഭവത്തെ ഭൗതികമായി തന്നെ നിന്റെ ഇരു കൈകളിലും എടുക്കുക. അതിനുശേഷം ശരീരം കൊണ്ട് ആ അനുഭവത്തെ പൊതിയുക. അതായത് നീ നിന്റെ തന്നെ അനുഭവത്തെ ആലിംഗനം ചെയ്യുന്നത് പോലെ. അതിനുശേഷം ആ അനുഭവത്തെ നിന്റെ ഹൃദയത്തിലേക്ക് നിക്ഷേപിക്കുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക. എനിക്കത് വളരെ നിസ്സാരമായി തോന്നിയിട്ടും ഞാൻ അർജുനെ അനുസരിച്ചു. മൃദുവായ ഊഷ്മളമായ 2 കൈകൾ എന്നെ പൊതിയുകയാണ്. ആർദ്രമായ ആ കണ്ണുകൾ എന്നോടുള്ള സ്നേഹത്താൽ തിളങ്ങുന്നു. ആ നെഞ്ചിന്റെ ചൂട് എനിക്ക് അനുഭവിക്കാം. എന്റെ മുത്തശ്ശി പതിയെ അവരുടെ കൈകൾ എന്നിൽ നിന്ന് മാറ്റിയതിനു ശേഷം എനിക്കൊരു കോൺ ഐസ്ക്രീം എടുത്തു തന്നു. മോളെ ലിൻഡ, ഇന്ന് സ്കൂളിൽ എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ? എന്റെ കണ്ണുകൾ നിറഞ്ഞു. മുത്തശ്ശിയെക്കുറിച്ചുള്ള ആ ഓർമ്മകളെ ഞാൻ ആലിംഗനം ചെയ്തു. ഇപ്പോൾ, അർജുൻ കൂട്ടിച്ചേർത്തു, നിന്റെ കൈകൾ വീണ്ടും വശങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് നിനക്കേറെ നന്ദി തോന്നിയ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. നന്ദിയുടെ ആ അനുഭവം നിന്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും അനുഭവിക്കുക. ആ അനുഭവത്തെ നിന്റെ കൈകളിലെടുത്ത് ആലിംഗനം ചെയ്യുക. എന്നിട്ട് വീണ്ടും നിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്തേക്ക് ആ അനുഭവത്തെ നിക്ഷേപിക്കുക. അർജുൻ തുടർന്നു. ഇനി നിന്റെ അടുത്തേക്ക് ഓടി വരുന്ന 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ സ്വാഗതം ചെയ്യാനായി കൈകൾ പിടിക്കുന്നത് പോലെ ഇരു കൈകളും അരക്കെട്ടിനടുത്തായി പിടിക്കുക. എന്നിട്ട് നിനക്ക് ഏറ്റവും അഭിമാനവും ആത്മവിശ്വാസവും തോന്നിയ ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് അതിന്റെ അനുഭവം നിന്റെ ശരീരത്തിൽ മുഴുവൻ നിറയ്ക്കുക. കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും സാക്ഷിയാക്കി നടന്ന ഒരു ബിരുദദാന ചടങ്ങ്. എന്റെ ഡിപ്ലോമ സ്വീകരിക്കുന്നതിനായി ചുവപ്പ് പരവതാനിയിലൂടെ വേദിയിലേക്ക് നടക്കുമ്പോൾ എന്റെ ഉള്ളിൽ ആവേശത്തിന്റെയും അഭിമാനത്തിന്റെയും ചിത്രശലഭങ്ങൾ പാറിപ്പറന്നു. അതെന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി കോളേജിൽ പോകുന്ന പെൺകുട്ടി ഞാനായതുകൊണ്ട് മാത്രമല്ല. എഞ്ചിനീയറിംഗിൽ ഓണേഴ്സുമായി ഞാൻ ബിരുദം നേടിയിരിക്കുന്നത് ലോസ് ഏഞ്ചൽസിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നിന്നാണ്. എന്നെക്കുറിച്ചും എന്റെ നേട്ടത്തെക്കുറിച്ചും തോന്നിയ വലിയ അഭിമാനം എനിക്കിപ്പോഴും അതുപോലെ ഓർമ്മിക്കാനാകുന്നുണ്ട്. വീണ്ടും ആ അനുഭവത്തെ കയ്യിലെടുത്ത് നിന്റെ ശരീരത്തിന്റെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരിക. മുഷ്ടികൾ തുറന്ന് അത് നിന്റെ പൊക്കിളിന്റെ താഴെയായി നിക്ഷേപിക്കുക. ഞാൻ അർജുന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് അടുത്തതിനായി കാത്തുനിന്നു. ഇനി നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ അനുഭൂതി തോന്നിയ ഒരു നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇതിലും ആവർത്തിക്കുക. അതായത് കൈകൾ തുറന്ന് ആ അനുഭവത്തെ അതിലേക്ക് വെച്ച് അതിനെ വീണ്ടും നിന്റെ വയറിലേക്കിടുക. അതിന്റെ മുഴുവൻ തീവ്രതയിലും അത് അനുഭവിക്കാൻ നിന്നെ തന്നെ അനുവദിക്കുക. അവസാനമായി നിനക്കുണ്ടായ ഒരു ആധ്യാത്മികമായ അനുഭവത്തെക്കുറിച്ച് ഓർക്കുക. അതിനുശേഷം കൈകൾ തലയുടെ ഉയരത്തിൽ പിടിക്കുക. അതായത് 100 മീറ്റർ ഒളിമ്പിക്സ് മത്സരത്തിൽ സ്വർണ്ണ മെഡൽ വാങ്ങിയതുപോലെ. വലിയ സന്തോഷം വന്നതുപോലെ
കൈകൾ തുറന്നു പിടിക്കുക. ഈ ആധ്യാത്മിക അനുഭവത്തെ കൈകളിൽ പിടിച്ച് പതിയെ ശരീരത്തിനടുത്തേക്ക് കൊണ്ടുവന്ന് നിന്റെ വയറ്റിലേക്ക് ഇടുക. അല്ല അർജുൻ, എനിക്ക് മനസ്സിലാകുന്നില്ല. അനുഭവങ്ങളെ ഹൃദയത്തിലേക്കിടാൻ പറഞ്ഞാൽ അതിനൊരു യുക്തിയുണ്ട്. എന്നാൽ വയറ്റിലേക്കിടാൻ പറയുന്നത് വിചിത്രമായിട്ടാണ് തോന്നുന്നത്. എല്ലാ ആഴത്തിലുള്ള വികാരങ്ങളും ആദ്യം അനുഭവപ്പെടുന്നത് വയറ്റിലാണ് ലിൻഡ. ഈ അർജുൻ എന്തൊക്കെയാണ് പറയുന്നത്? അത് വെറുതെ അല്ല ലിൻഡ. അർജുന്റെ ശബ്ദം വളരെ ഉറച്ചതായിരുന്നു. നീ രാത്രി 12 മണി സമയത്ത് വിജനമായ ഒരു റോഡിലൂടെ നടന്നു പോകുന്നു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടു പിന്നാലെ ഒരു മനുഷ്യൻ. അപ്പോൾ നിന്റെ ശരീരത്തിൽ ആദ്യം ഭയം അനുഭവപ്പെടുന്നത് എവിടെയാണെന്ന് പറയാമോ? വയറ്റിൽ ഒരു കാളലുണ്ടാകും. എവിടെ? അർജുൻ കുസൃതിച്ചിരിയോടെ ചോദിച്ചു. വയറ്റിൽ. നിങ്ങൾ പറഞ്ഞത് 100% ശരിയാണ് അർജുൻ. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഓട്ട മത്സരത്തിൽ തോറ്റുപോയ കുട്ടിയെപ്പോലെയായിരുന്നു എന്റെ മുഖം. വയറ്റിലും ഒരു തലച്ചോറുണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാനാകുമോ? നിരവധി ന്യൂറോണുകളുടെ ഒരു കേന്ദ്രമാണവിടം. എന്നാൽ നമ്മുടെ യഥാർത്ഥ തലച്ചോറിന്റെ 1000-1 വലുപ്പം മാത്രമേ അതിനുണ്ടാകൂ. അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. മറ്റൊരവസരത്തിൽ വിശദമായി പറയാം. നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കാം. അല്ല അർജുൻ, എനിക്ക് കുറച്ച് ക്ഷീണവും വിശപ്പും തോന്നുന്നുണ്ട്. ലിൻഡ, വീണ്ടും ഒരു കുസൃതി ചിരിയോടെ അർജുൻ വിളിച്ചു. ശരി, എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്ന് മാത്രമല്ല, നല്ല ആവേശവും തോന്നുന്നുണ്ട്, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ പരിപാടികളോട് എനിക്ക് ബഹുമാനമില്ലാത്തത് കൊണ്ടല്ല, എനിക്ക് അവയോട് പൂർണ്ണമായും ബഹുമാനമുണ്ട്. എന്നാൽ അദ്ദേഹം പറയുന്നത് പോലെയുള്ള അനുഭവങ്ങൾ എന്റെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമല്ല. പക്ഷെ ഞാൻ എനിക്ക് പറ്റാവുന്ന രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട്. ഞാൻ ദീർഘനിശ്വാസമെടുത്ത് സ്റ്റാർട്ടപ്പ് കമ്പനികൾ തുടങ്ങിയ കാലത്ത് എന്റെ ഉള്ളിലുണ്ടായിരുന്ന ആവേശവും പോസിറ്റിവിറ്റിയും മനസ്സിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ലിൻഡ, ഇപ്പോൾ നിനക്ക് എന്തു തോന്നുന്നു? അർജുൻ എന്നോട് ചോദിച്ചു. കഴിഞ്ഞ ആഴ്ചത്തേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. 10-ൽ 7 പറയാം. ഇപ്പോൾ ഇത്ര മാത്രമേ പറയാൻ പറ്റുന്നുള്ളൂ. നീ ഇത് എല്ലാ ദിവസവും ചെയ്താൽ നിന്റെ ജീവിതം വലിയ രീതിയിൽ മെച്ചപ്പെടും. ഇപ്പോൾ നിന്റെ കൈകൾ അരക്കെട്ടിന്റെ ഒപ്പം കൊണ്ടുവന്ന് നിന്റെ ജീവിതത്തിലുണ്ടായ വിജയത്തിന്റെ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിനെ ജീവിതത്തിലുണ്ടായതിനേക്കാൾ തീവ്രതയിൽ നിന്റെ മനസ്സിൽ ചിത്രീകരിക്കുക. നീ അന്ന് കേട്ട കാര്യങ്ങൾ കൂടുതൽ ഉച്ചത്തിൽ ഇപ്പോൾ കേൾക്കുക. അന്നുണ്ടായ സ്പർശനം ഇപ്പോൾ ശക്തമായി അനുഭവിക്കുക. ഈ തോന്നലുകൾ ജീവിതത്തിൽ ഉണ്ടായതിലും കൂടുതൽ തീവ്രതയോടെയും വലുതായും കാണണം. എങ്കിൽ നിങ്ങളെ ഒന്നിനും തടഞ്ഞു നിർത്താനാവാത്തതായി അനുഭവപ്പെടും. അദ്ദേഹം പറയുന്നത് പോലെ ചെയ്തപ്പോൾ എന്റെ ബിരുദദാന ചടങ്ങ് ഇന്നലെ നടന്നതുപോലെ തോന്നി. അദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ തോന്നലുകളുടെയും തീവ്രത കൂട്ടിയാണ് മനസ്സിൽ സങ്കല്പിച്ചത്. 1 മുതൽ 10 വരെയുള്ള സ്കെയിലിൽ നീ നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയ്ക്ക് എത്ര നമ്പർ കൊടുക്കും? 9 എന്ന് പറയാം. കഴിഞ്ഞ ആഴ്ചയിലെ 0-ൽ നിന്ന് എത്ര മെച്ചപ്പെട്ടിരിക്കുന്നു അല്ലേ? ഞാൻ ചിരിച്ചു. സത്യമായിട്ടും അതുവരെ ഇല്ലാത്ത വലിയൊരു ആവേശം എനിക്ക് തോന്നി. പക്ഷെ ഞാൻ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മുമ്പ് ഞാൻ എപ്പോഴൊക്കെ ഇത്ര ആവേശം കാണിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് വലിയ വേദനകളാണ് സമ്മാനമായി കിട്ടിയത്. അത് ബിസിനസ്സിലെ പരാജയമാകാം, അല്ലെങ്കിൽ ബന്ധത്തിലെ തകർച്ചയാകാം. എന്തായാലും അതിന്റെ എല്ലാം ഫലം ഒന്നുകിൽ കടുത്ത വിഷാദമോ അല്ലെങ്കിൽ കുറ്റബോധമോ ആയിരിക്കും. വിഷാദമല്ലെങ്കിൽ കുറ്റബോധം. സത്യത്തിൽ ഇത് മാത്രമേ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ. എക്സലന്റ്, അർജുൻ പറഞ്ഞു. പവർ സെറിമണി തുടരുക. ഓരോ പ്രാവശ്യവും നിന്റെ നമ്പർ കൂടുതൽ ഉയർന്നു പോകുന്നതായി കാണാം. 7-ന് മുകളിലെത്തുമ്പോൾ നിനക്ക് ഭയം തോന്നിയേക്കാം. അത് പക്ഷേ സാധാരണമാണ് ലിൻഡ. മുമ്പ് നീ പരാജയപ്പെട്ടതിന്റെ ഭയം, വിജയിക്കാൻ നീ അർഹയല്ലെന്നുള്ള ഭയം, നിന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മനസ്സ് സൃഷ്ടിച്ചിരിക്കുന്ന മാർഗമാണ് ഈ മാനസികമായ ഭയം. അതായത് നിന്റെ ഹൃദയം ആരും തകർക്കാതിരിക്കാൻ വേണ്ടിയുള്ള കരുതൽ. നിന്റെ മനസ്സാകുന്ന കുളത്തിലെ മഞ്ഞില്ലാത്ത സ്ഥലങ്ങൾ തുറക്കാൻ നിന്റെ തലച്ചോർ തയ്യാറല്ല.
പരാജയമോ അവഗണനയോ നിന്നെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയാണത്. പക്ഷെ നീ നിന്നെ പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ലക്ഷ്യത്തിൽ മനസ്സ് കേന്ദ്രീകരിക്കുമ്പോൾ ഭയം ഉൾപ്പെടെ എല്ലാറ്റിനെയും അതിജീവിക്കാൻ സാധിക്കും. ഇങ്ങനെ സ്ഥിരമായി ചെയ്താൽ നീ സ്വപ്നം കണ്ട വിജയത്തിന്റെയും സാക്ഷാത്കാരത്തിന്റെയും അടുത്ത തലത്തിലേക്ക് നിനക്ക് എത്താൻ സാധിക്കും. സ്വയം വിശ്വസിക്കാനും ലക്ഷ്യത്തോട് അങ്ങേയറ്റം നീതി പുലർത്താനും നിന്റെ മനസ്സാകുന്ന കുളത്തിലെ മഞ്ഞുരുക്കാനും നീ തയ്യാറാണോ? അതിന് ഞാൻ പൂർണ്ണമായി ഒരുക്കമാണെന്ന രീതിയിൽ തലയാട്ടി. ഞാൻ പരമാവധി ശ്രമിക്കാം. ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് ചെയ്യുന്നതാണ് ലിൻഡ. അതങ്ങ് ചെയ്തേക്കുക. ശരിയല്ലേ? നിനക്കതുകൊണ്ടൊന്നും നഷ്ടപ്പെടാനില്ല. അർജുൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് അദ്ദേഹത്തിന്റെ പുഞ്ചിരി എന്നോട് പറയുന്നു. ശരിയാണ്, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. വീടില്ല, കുടുംബമില്ല, പണമില്ല. എന്തിന്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളറിംഗ് ബുക്ക് പോലും ചാർലിയുടെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ജീവിതത്തിന്റെ അങ്ങേയറ്റം അടിത്തട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു പേടിയും കൂടാതെ എനിക്ക് സ്വയം വിശ്വസിക്കാം. വളരെ പ്രചോദനാത്മകമായ എന്തെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അത് കേൾക്കുന്നവരുടെ മുഖം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഭിമാനം തോന്നുന്നത് പോലെ അവരവരുടെ താടി ഉയർത്തും. തളർന്നിരിക്കുന്ന ഘട്ടത്തിൽ നീയും അത് തന്നെ ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താടി ഉയർത്തുക, ഇരു കൈകളും വിരിച്ചു പിടിക്കുക, കുറച്ച് പിന്നിലേക്ക് വളയുക. മനസ്സിൽ സ്നേഹത്തെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചും ആധ്യാത്മികതയെക്കുറിച്ചും അനുഭൂതികളെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള ചിന്തകൾ നിറയട്ടെ. ക്രമേണ നീ കണ്ണുകൾ തുറന്ന് പുതിയ ലോകത്തിലേക്ക് നോക്കാൻ തുടങ്ങും. നിന്റെ വിജയകരവും സാഹസികവുമായ സംരംഭക യാത്രയുടെ യഥാർത്ഥ തുടക്കം അവിടെ നിന്നായിരിക്കും. ആ അവസ്ഥയിൽ ആർക്കും ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. കൂടാതെ നിനക്ക് കുറച്ച് പൊക്കവും കൂടും കേട്ടോ. പ്രായം 10 വയസ്സ് കുറച്ചും തോന്നിക്കും. അർജുൻ കണ്ണിറുക്കി. ഞാൻ കൈകൾ വിരിച്ചു പിടിച്ച് കുറച്ചു നേരം നിന്നു. ഇത്തവണ അർജുൻ പറഞ്ഞതുകൊണ്ടല്ല, യഥാർത്ഥ ആവേശം വന്നതുകൊണ്ടാണ്. എനിക്ക് ഭ്രാന്താണെന്ന് കരുതിയാലും കുഴപ്പമില്ല. കാരണം എന്റെ ഉള്ളിൽ ഉണ്ടാകണമെന്ന് അർജുൻ പറഞ്ഞ യഥാർത്ഥ പാഷൻ എനിക്കിപ്പോൾ തോന്നുന്നു. പിന്നെ എന്റെ മുഖത്ത് പ്രായം തോന്നിപ്പിക്കുന്ന മാനസിക സമ്മർദ്ദം സമ്മാനിച്ച ചുളിവുകൾ എനിക്ക് കളയണം. ഇപ്പോൾ നിനക്ക് എങ്ങനെ തോന്നുന്നു? അദ്ദേഹം ചോദിച്ചു. അവിശ്വസനീയമായി തോന്നുന്നു. ശരിക്കും നന്ദി അർജുൻ. എനിക്കത് കേൾക്കുമ്പോൾ എത്ര സന്തോഷമാണ് തോന്നുന്നതെന്ന് നിനക്കറിയാമോ? അദ്ദേഹം എന്റെ തോളിൽ തട്ടി. പവർ സെറമണിയുടെ അടുത്ത സ്റ്റെപ്പ് ചെയ്യണ്ടേ? അതായത് സോൾ ബ്രീത്തിങ്. അതിനായി നിന്റെ നെറ്റിയുടെ മുന്നിലൂടെ ഹൃദയത്തിലേക്ക് ശ്വാസം വലിക്കുന്നതായി കാണുക. ഞാൻ സംശയത്തോടെ അർജുനെ നോക്കി. പക്ഷെ അദ്ദേഹത്തിന്റെ മുഖമാകട്ടെ എന്തോ സംഭവിച്ചതുപോലെ വലിയ ഗൗരവത്തിലാണ്. അർജുൻ, നിങ്ങൾ എത്ര ഗൗരവത്തിലിരുന്നാലും ഞാൻ നിങ്ങളോട് തമാശ പറയും. അതെ, ഒരിക്കൽ കൂടി നിന്റെ നെറ്റിയിലൂടെ നിന്റെ ഹൃദയത്തിലേക്ക് ശ്വാസം വലിക്കുന്നതായി സങ്കല്പിക്കുക. അതിനുശേഷം ഹൃദയത്തിൽ നിന്ന് നെറ്റിയിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നതായി കാണുക. വീണ്ടും നെറ്റിയിലൂടെ വയറ്റിലേക്ക് ശ്വാസം വലിക്കുന്നതായി സങ്കല്പിക്കുക. അതിനുശേഷം വയറ്റിൽ നിന്ന് നെറ്റിയിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുന്നതായി കാണുക. അർജുൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ഒരു നിമിഷത്തേക്ക് എനിക്ക് തോന്നിയെങ്കിലും ഞാനത് ചെയ്തു. എന്റെ ബന്ധങ്ങളിൽ വിഷമായി കരുതിയിരുന്ന കാര്യങ്ങളെ ഞാൻ നെറ്റിയിലൂടെ പുറത്തേക്ക് കളഞ്ഞു. ഓരോ തവണയും ഞാൻ നെറ്റിയിലൂടെ ഹൃദയത്തിലേക്ക് ശ്വാസം വലിച്ച് അത് പുറത്തേക്ക് വിടുമ്പോഴും എന്റെ പരാജയങ്ങളുടെ കറകളും പുറത്തേക്ക് കളഞ്ഞുകൊണ്ടിരുന്നു. 10 വർഷത്തിന് ശേഷം ഞാൻ വിജയിയായി കഴിയുമ്പോൾ എന്നെ കണ്ടാൽ എങ്ങനെയിരിക്കും? ചെറുപ്പക്കാരിയായിരിക്കുമോ? എന്നെ കണ്ടാൽ 30കാരിയാണെന്ന് പറയുമോ? ഞാൻ എത്തരത്തിലായിരിക്കും വസ്ത്രം ധരിക്കുന്നത്? ആരായിരിക്കും എന്റെ കൂടെ ഉണ്ടാവുക? ആരായാലും അയാൾക്ക് എന്നെ ചിരിപ്പിക്കാൻ കഴിയണം. ശരി, ഇപ്പോൾ തന്നെ 2 മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി 1 മിനിറ്റ് കൂടെ ഉള്ളു കേട്ടോ, അർജുൻ ശാന്തമായി പറഞ്ഞു. ആദ്യം ഞാനത് നിന്നോട് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിന്നെ ഞാൻ ദിവാസ്വപ്നം കാണാൻ അനുവദിക്കുകയാണ് ചെയ്തത്. എന്നാൽ അടുത്ത 2 മിനിറ്റ് നിന്റെ നെറ്റിയിൽ, അതായത് പുരികങ്ങൾക്ക് നടുവിൽ നിന്ന് അല്പം മുകളിൽ നീ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഞാൻ ദിവാസ്വപ്നം കാണുകയാണെന്ന് ഇദ്ദേഹം എങ്ങനെയാണ് അറിഞ്ഞത്? എനിക്ക് അത്ഭുതം തോന്നി.
പെട്ടെന്ന് തന്നെ ഞാൻ എന്റെ ചിന്തകൾ മാറ്റിവെച്ച് ശരീരത്തിന്റെ ആ മർമ്മസ്ഥാനത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 1 മിനിറ്റിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചു, ശരി, സമയം കഴിഞ്ഞു. ഇനി കണ്ണുകളടച്ച് പതിയെ ഹൃദയത്തിൽ നിന്ന് ശ്വസിക്കുകയും ഹൃദയത്തിന് പുറത്തേക്ക് ഉച്ഛ്വസിക്കുകയും ചെയ്യുക. കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് നിനക്ക് തലയില്ലെന്ന് കരുതുക. നീ ശ്വസിക്കുന്നതും ഉച്ഛ്വസിക്കുന്നതും ഹൃദയത്തിൽ നിന്നാണ്. നിന്റെ ശരീരം നിന്റെ തോൾ വരെ മാത്രമേ ഉള്ളൂ. നീ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നിന്റെ ഹൃദയത്തിലേക്കാണ് ശ്വസിക്കുന്നത്. പ്രകൃതിയിലേക്ക് നേരിട്ട് ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നു. 1 മിനിറ്റ് കൂടി അങ്ങനെ ചെയ്തതിനു ശേഷം കണ്ണുകൾ തുറക്കുക. ഞാൻ കുറച്ചുനേരം കൂടി കഴിഞ്ഞ് കണ്ണുകൾ തുറന്നപ്പോൾ കാണുന്നത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അർജുനെയാണ്. അദ്ദേഹം കൈകൾ തന്റെ മടിയിൽ വെച്ചു. ജീവിതത്തിൽ മുഴുവൻ സമയവും ഇതുപോലെ തോന്നാൻ കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ജീവിതം മുഴുവനൊന്നും വേണ്ട, പകുതി സമയം ഇങ്ങനെ ചെയ്താൽ തന്നെ ഞാൻ വലിയ പണക്കാരിയും പ്രശസ്തയുമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം. നീ ഇപ്പോൾ ചെയ്തത് ആക്സിലറേറ്റർ സോൾ ബ്രീത്തിങ് എന്ന് ഞാൻ വിളിക്കുന്ന പ്രക്രിയയുടെ ചെറിയൊരു ആമുഖം മാത്രമാണ്. ദിവസേന ചെയ്യേണ്ട പവർ സെറമണിയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സോൾ ബ്രീത്തിങ്. 5000 വർഷങ്ങൾ പഴക്കമുള്ള ഇന്ത്യയിലെ വേദിക് പാരമ്പര്യത്തിൽ നിന്നാണ് ഞാൻ ഈ ലളിതമായ മാർഗം വികസിപ്പിച്ചെടുത്തത്. ആഴ്ചകൾ നീണ്ട ഉപവാസം എടുക്കുമ്പോഴും ഊർജം നിലനിർത്തുന്നതിന് സഹായിക്കുന്നതിന് വേണ്ടിയാണ് വേദിക് അറിവുകൾ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നത്. എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും നമ്മുടെ മാനസിക നില മാറ്റുന്നതിനായി നമുക്ക് ഈ മാർഗം ഉപയോഗിക്കാം. നിങ്ങൾക്ക് ആവശ്യമായ എന്ത് ലക്ഷ്യവും, അതായത് സാമ്പത്തികമായ നേട്ടങ്ങളോ നീ തേടുന്ന സ്നേഹബന്ധങ്ങളോ തുടങ്ങിയത് എന്തും നേടിയെടുക്കുന്നതിന് ആവശ്യമായ കഠിനാധ്വാനം ചെയ്യുന്നതിനുള്ള ഊർജം തരാൻ ഈ മാർഗം നിങ്ങളെ സഹായിക്കും. ഞാൻ തലകുലുക്കി. സ്നേഹബന്ധമോ? അതിന് ശ്രമിക്കുന്നതിനും പകരം ഞാനൊരു പട്ടിയെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഒന്നുമല്ലെങ്കിലും പട്ടി നന്ദിയെങ്കിലും കാണിക്കും. അർജുൻ തല കുലുക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു. ലിൻഡ, നീ ചിന്തിക്കുന്ന രീതി എനിക്കിഷ്ടപ്പെട്ടു. സോൾ ബ്രീത്തിങ് നിന്റെ തലച്ചോറിന്റെ മുൻവശത്തുള്ള ഭാഗം, അതായത് മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനെ ഉത്തേജിപ്പിക്കും. ഇതിനെ നമുക്ക് ഇമാജിനേഷൻ ബ്രെയിൻ എന്ന് വിളിക്കാം. വളരെ ശക്തമായ ഇമാജിനേഷൻ ബ്രെയിൻ വഴി സ്വയം ഏറെ കരുത്തുറ്റവരാണെന്ന് തോന്നൽ നമുക്ക് കിട്ടുകയും ഏറെ സമ്മർദ്ദമേറിയ സാഹചര്യങ്ങൾ പോലും മുഖത്തൊരു ചിരിയോടെ നേരിടാൻ അത് നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ഡാനിയൽ സീഗൾ പറയുന്നത് നമ്മുടെ നെറ്റിയുടെ മധ്യഭാഗത്താണ് നമ്മുടെ ഇമാജിനേഷൻ ബ്രെയിൻ സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ഈ ഭാഗത്തിന് മറ്റുള്ള മനുഷ്യരുമായി നമ്മെ ബന്ധപ്പെടുത്തുക, അമിഗ്ഡല സൃഷ്ടിക്കുന്ന ഭയത്തെ നിയന്ത്രിക്കുക, ഭാവന, പ്രതികരണം, സഹാനുഭൂതി, ധാർമ്മികത, ഉൾവിളി എന്നിവ പ്രദാനം ചെയ്യുക, ശാരീരികമായി നമ്മെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുക തുടങ്ങി ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. കുറെ ജോലികളുണ്ടല്ലോ, ഞാൻ പറഞ്ഞു. തലച്ചോറിന്റെ വളരെ ചെറിയൊരു ഭാഗം ഇത്രയൊക്കെ ചെയ്യുമെന്ന് ആര് ചിന്തിക്കുന്നു? വളരെ അതിശയകരമായ കാര്യങ്ങൾ വളരെ ചെറിയ ബോക്സിലാണല്ലോ വരുന്നത്, ശരിയല്ലേ? തീർച്ചയായും. നീ എല്ലാ ദിവസവും ഈ ശാരീരികാവസ്ഥയിൽ ജീവിക്കുമെങ്കിൽ ഇതുവരെ സങ്കല്പിക്കാനാകാത്ത കാര്യങ്ങൾ പോലും നിനക്ക് ചെയ്യാൻ സാധിക്കും. എല്ലാ ദിവസവും ഈ തോന്നലോടെ ദിവസം തുടങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ലേ? എന്തുകൊണ്ടെന്നാൽ എല്ലാ ദിവസവും പവർ സെറമണിയോടെ ആരംഭിച്ചാൽ അടുത്ത 30 ദിവസത്തോടെ നിന്റെ ജീവിതം തികച്ചും വ്യത്യസ്തമായി തീരും. അർജുൻ പറഞ്ഞത് ശരിയാണ്. സമ്പത്തുള്ള, തങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ജീവിതത്തിലേക്ക് ആകർഷിക്കുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് എന്നും അസൂയയാണ് തോന്നിയിരുന്നത്. ഞാനിവിടെ അതിനായി ഒന്ന് ശ്രമിക്കാൻ പോവുകയാണ്. എനിക്കതിന് സാധിക്കുമെന്ന് കരുതുന്നു. വളരെ നല്ലത്. പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ അർജുൻ തലയാട്ടി. നിന്റെ ശ്രമത്തിന് തക്കതായ മൂല്യം അതിനുണ്ട്. കാറും ബൈക്കും ഒക്കെ ഓടിക്കാൻ പഠിച്ചെടുത്തതുപോലെ നീ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. ജീവിതത്തിൽ എന്ത് കാര്യത്തിനും ഒരു പ്രാക്ടീസ് ആവശ്യമാണല്ലോ. എനിക്കത് മനസ്സിലായി. കൗമാരകാലത്ത് ഡ്രൈവിംഗ് പഠിപ്പിച്ച നരച്ച താടിയുള്ള ആശാനെ ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞു. അന്ന് ആശാൻ ആക്സിലറേറ്റർ ചവിട്ടാൻ പഠിപ്പിച്ചു. ഇന്നിവിടെ അർജുൻ ആക്സിലറേറ്റർ സോൾ ബ്രീത്തിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്നു. എനിക്ക് ചിരി വന്നു. അദ്ദേഹം ആക്സിലറേറ്റർ സോൾ ബ്രീത്തിങ് കാണിച്ചു തന്നു. അർജുൻ തുടർന്നു.
നീ എങ്ങനെയാണോ ഡ്രൈവിംഗ് പഠിച്ചത് അതുപോലെ ആനന്ദം നേടാനും പരിശീലനത്തിലൂടെ സാധിക്കും. പരിശീലനമാണ് ഒരുവനെ പൂർണ്ണനാക്കുന്നത് എന്ന് കേട്ടിട്ടില്ലേ? ബ്രീത്തിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിന്റെ മുൻവശത്തെ ഭാഗം ഉത്തേജിതമാവുകയും നമ്മുടെ പ്രശ്നങ്ങളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഒരു ശക്തി കിട്ടിയതുപോലെ തോന്നുകയും ചെയ്യും. എല്ലാവരും ഭയത്തോടെ മാറി നിൽക്കുമ്പോൾ നീ ചാടി എഴുന്നേറ്റ് നിങ്ങൾ പേടിക്കണ്ട, ഈ കാര്യം എനിക്ക് വിട്ടേക്കൂ, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയും. അത് ഇമാജിനേഷൻ ബ്രെയിനിന്റെ മറ്റൊരു സവിശേഷതയാണ്. അപ്പോഴാണ് ശരിയായ അർത്ഥത്തിലുള്ള ഒരു നേതാവ് നിന്റെ ഉള്ളിൽ ജന്മം കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ നിന്റെ ഹൃദയത്തിനും വയറിനും മുന്നിലുള്ള ചെറിയ ബ്രെയിനും തലയിലുള്ള വലിയ ബ്രെയിനും കൂടി ഒരേ ദിശയിലേക്ക് വരാൻ സോൾ ബ്രീത്തിങ് സഹായിക്കും. ഒന്ന് നിർത്തിയിട്ട് അദ്ദേഹം ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ എതിർവശത്തായി കസേരയിട്ടിരുന്ന് എന്നിലേക്ക് വരുന്ന ശാക്തീകരണത്തിന്റെ പുതിയ തോന്നലുകളെ നോക്കി പുഞ്ചിരിച്ചു. അർജുൻ തുടർന്നു. ചരിത്രത്തിലുടനീളം നാം പലതരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, മഹാത്മാഗാന്ധി, മദർ തെരേസ എന്നിവരെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? അവർക്ക് നീയുമായി ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ലെന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ. അവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ചില മഹത്തായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവർ മുന്നോട്ട് വന്നു. അവരുടെ ഈ ഇമാജിനേഷൻ ബ്രെയിൻ വളരെ സജീവമായിരുന്നു എന്നാണ് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നത്. അതാണ് നാം എല്ലാവരും ഉപയോഗിക്കേണ്ടത്. കൂടുതൽ പേരും വിചാരിക്കുന്നത് നമുക്ക് തലച്ചോറ് തന്നിരിക്കുന്നത് അതിജീവനത്തിന് വേണ്ടി മാത്രമാണെന്നാണ്. എന്നാൽ തലച്ചോറ് രൂപപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. പക്ഷെ നമ്മൾ കണ്ടീഷൻഡ് ആയിരിക്കുന്നത് അതിജീവനത്തിലാണ്. നമ്മൾ നമ്മുടെ പരിമിതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം 75,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരുപാട് ജോലികൾ ചെയ്യാൻ പൂർണ്ണ സജ്ജമാക്കിയിട്ടുള്ള നമ്മുടെ തലച്ചോറിന്റെ മുൻഭാഗം ഉപയോഗിക്കാം. ഈ ഇമാജിനേഷൻ ബ്രെയിനും ഹാർട്ട് ബ്രെയിനും വയറിലെ ബ്രെയിനും ഒരേ ദിശയിലാണെങ്കിലോ നിങ്ങൾ 10 ഇരട്ടി വേഗത്തിൽ ലക്ഷ്യത്തിലെത്തും. ഭയങ്കരം, ഞാൻ അതിശയിച്ചു. പവർ സെറമണിയിലെ അവസാന ഘട്ടം എന്നത് പവർ ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് നമ്മുടെ എല്ലാ ഊർജവും ഒന്നിൽ കേന്ദ്രീകരിക്കുക എന്നതാണ്. രസകരമായി തോന്നുന്നു. അതെ അതെ, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അർജുൻ പറഞ്ഞു. ആദ്യമായി എന്താണ് മനസ്സ്? ഞാൻ തന്നെ പറയാം. വിവരങ്ങളുടെയും ഊർജത്തിന്റെയും ഒഴുക്ക് ശരീരത്തിനുള്ളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പോകുന്നത് നിയന്ത്രിക്കുന്ന പ്രക്രിയയാണ് മനസ്സ്. കല്ലെടുത്തിടുമ്പോൾ വെള്ളം കുറച്ചു മാത്രം തെറിച്ചാൽ മതിയോ അതോ നന്നായി തെറിക്കണോ എന്ന് തീരുമാനിക്കുന്നത് മനസ്സാണ്. ലിൻഡ, നിനക്കറിയാമോ കല്ല് വന്ന് വീഴുമ്പോൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് കുളം തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന്? തീർച്ചയായും. എന്റെ അനുവാദമില്ലാതെ എന്റെ പുറത്തേക്ക് വന്ന് ചാടാനുള്ള ധൈര്യം നിനക്കങ്ങനെ വന്നുകല്ലേ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അങ്ങനെ തന്നെയാണ് കുളം ചെയ്യുന്നത്. എന്നാൽ മനുഷ്യരാകുന്ന കുളങ്ങൾക്ക് അതത്ര എളുപ്പമല്ല. ചിന്തകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കല്ലിനോട് പ്രതികരിക്കാൻ മനസ്സിനെ ഉപയോഗിക്കുന്നു. ഒരു ദിവസം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് 60,000-ഓളം ചിന്തകളാണ്. അതിൽ 50,000-ഓളം ചിന്തകൾ ഇന്നലത്തെ അതേ ചിന്തകളാണ്. ഞാനും നീയുമൊക്കെ ജീവിതത്തിലെ എല്ലാ ദിവസവും നടക്കുന്നത് ഒരേ റീസൈക്കിൾഡ് ചിന്തകളുമായിട്ടാണ്. ശരിക്കും എന്താണ് ചിന്തകൾ? നിറങ്ങളൊന്നും കണ്ടിട്ടില്ലാത്ത കറുപ്പും വെളുപ്പും മാത്രം അറിയാവുന്ന ഒരാളോട് നിറങ്ങളെക്കുറിച്ച് വിവരിക്കാൻ പറയുന്നത് പോലെയുണ്ടിത്. ഞാൻ സമ്മതിച്ചു. ചിന്തകൾ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടും ഉത്തരം പറഞ്ഞുകൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 60,000 ചിന്തകൾ എന്നത് 30,000 ചോദ്യങ്ങളും 30,000 ഉത്തരങ്ങളുമാണ്. ഇത് ഞെട്ടിപ്പിക്കുന്ന സംഖ്യയാണല്ലോ. പക്ഷെ ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അനുമാനിക്കാം. നീ നിന്റെ ചോദ്യങ്ങളിൽ മാറ്റം വരുത്തുകയാണെങ്കിൽ ചിന്തകളിലും മാറ്റം വരില്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചിന്തകളിൽ മാറ്റം വരുത്താം? പുതിയ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട്. എനിക്കിപ്പോഴാണിത് മനസ്സിലായത്. ഇത്രയും കാലം ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത് തെറ്റായ ചോദ്യങ്ങളായിരുന്നു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പുരികമുയർത്തി. അതുകൊണ്ടാണ് നമ്മൾ പവർ ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് പവർ സെറമണി അവസാനിപ്പിക്കുന്നത്.
ഗൂഗിളിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ നാം ഗൂഗിൾ ഉപയോഗിക്കുന്നു. അറിയേണ്ട കാര്യങ്ങൾ നാം ഗൂഗിളിൽ തിരയുന്നു. നാം എന്തെങ്കിലും തിരയുമ്പോൾ ഗൂഗിൾ എന്താണ് ചെയ്യുന്നത്? എങ്ങനെ എനിക്ക് എന്റെ പട്ടിയെ പരിശീലിപ്പിക്കാം, എങ്ങനെ ഒരു പൂച്ചയെ വാങ്ങാം, ഇങ്ങനെ പല ചോദ്യങ്ങളും നാം ഗൂഗിളിനോട് ചോദിക്കാറുണ്ട്. ഇതിനായി നാം ഗൂഗിളിന്റെ സെർച്ച് ബോക്സിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നാം ടൈപ്പ് ചെയ്യുന്നത് ഒരു അന്വേഷണമാണ്. അപ്പോൾ ഗൂഗിൾ എന്താണ് ചെയ്യുന്നത് ലിൻഡ? ഗൂഗിൾ ഒരു മനുഷ്യനും തരാൻ കഴിയാത്തിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് സെർച്ച് റിസൾട്ടുകൾ നൽകും. അതെ, ശരിയാണ്. പക്ഷെ എന്താണ് അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ജോലി? ഞാൻ ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് പറഞ്ഞു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള ഡാറ്റ സെർവറുകളിൽ അത് സെർച്ച് ചെയ്ത് നമ്മുടെ വിഷയത്തോട് ബന്ധപ്പെടുന്ന വിവരങ്ങൾ ശേഖരിച്ച് നമുക്ക് ഉത്തരം തരുന്നു. ഞാൻ അഭിമാനത്തോട് പറഞ്ഞു. അതായത് ഗൂഗിൾ കേന്ദ്രീകരിക്കുന്നത് ഒറ്റ ഫലത്തിലാണ്, ശരിയല്ലേ? എങ്ങനെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാമെന്ന് നീ ഗൂഗിളിനോട് ചോദിക്കുന്നു. അപ്പോൾ പഴത്തിന്റെ തൊലി എങ്ങനെ പൊളിക്കാമെന്ന ഉത്തരം ഗൂഗിൾ തരുമോ? ഗൂഗിളിന് ജോലി ചെയ്ത് വട്ടായാൽ മാത്രമേ അങ്ങനൊരു ഉത്തരം തരൂ. അദ്ദേഹം വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഗൂഗിൾ അങ്ങനെ ചെയ്താൽ ഒറ്റ ആഴ്ച കൊണ്ട് അവർ സെർച്ച് എഞ്ചിൻ ബിസിനസ്സിൽ നിന്ന് പുറത്താക്കപ്പെടും. കൃത്യമായ ഫലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ചോദ്യങ്ങൾ നിങ്ങളെ സഹായിക്കും. ഗൂഗിളിനെ പോലെ തന്നെ കൃത്യമായ ഫലത്തിൽ കേന്ദ്രീകരിക്കാൻ ചോദ്യങ്ങൾ നിങ്ങളെ സഹായിക്കും. അർജുൻ പറയുന്നതിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടി. അദ്ദേഹം എന്റെ അടുത്തേക്ക് വന്നിരുന്നു, എന്തോ കാര്യമായി എന്നോട് പറയാനുള്ളത് പോലെ. ഇത് തന്നെയാണ് നമ്മുടെ മനസ്സും ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇത്ര നിർഭാഗ്യവതിയായത്? ദൈവം എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് എന്റെ ജീവിതം ഇങ്ങനെയായത് എന്നീ ചോദ്യങ്ങൾ നീ നിന്നോട് തന്നെ ചോദിക്കുമ്പോൾ നിനക്ക് എന്തുത്തരമാണ് കിട്ടുന്നത്? നീ തെറ്റുകൾ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്, നിന്റെ കുട്ടിക്കാലം മോശമായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉത്തരങ്ങളായിരിക്കാം കിട്ടുന്നത്. നിനക്ക് വേണ്ടത് ഇത്തരം ഉത്തരങ്ങളാണോ ലിൻഡ? ഒരിക്കലുമല്ല. പക്ഷെ അതാണ് നിന്റെ മനസ്സ് ചെയ്യുന്നത്. നീ തെറ്റായ ചോദ്യങ്ങൾ മനസ്സിനോട് ചോദിക്കുമ്പോൾ മനസ്സും അതേ രീതിയിൽ പ്രതികരിക്കും. അതുകൊണ്ട് നിനക്ക് ഏത് തരത്തിലുള്ള ഉത്തരമാണോ വേണ്ടത് അതുപോലെയുള്ള ചോദ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഞാൻ അർജുന്റെ നേരെ തുറച്ചു നോക്കി. ഈ സമയം കൊണ്ട് ഞാൻ അദ്ദേഹവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ടാക്കിയതായി എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം ശരിയാണ്. ഞാൻ മാറ്റേണ്ടത് എന്റെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ മാറ്റുന്നത് സോക്സ് മാറ്റുന്നത് പോലെ എളുപ്പമാണെന്നാണോ എന്നോട് പറയാൻ പോകുന്നത്? ചോദ്യങ്ങൾ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറയാം, അദ്ദേഹം തുടർന്നു. ചോദ്യങ്ങൾ മറ്റ് സാധ്യതകളെ ഇല്ലാതാക്കുന്നു. അത് ഞാൻ വ്യക്തമാക്കി തരാം. നമുക്ക് വീണ്ടും ഗൂഗിളിന്റെ ഉദാഹരണം എടുക്കാം. കാരണം നീ ആ ഉദാഹരണത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുവെന്ന് എനിക്കറിയാം. എനിക്കൊരു ചിരി സമ്മാനിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എനിക്കത് വളരെ ഇഷ്ടമായി. സന്തോഷം കൊണ്ട് ഞാനിപ്പോൾ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്കാൻ വരട്ടെ ലിൻഡ, നിന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ട് പോരെ? അദ്ദേഹം കുലുങ്ങി ചിരിച്ചുകൊണ്ട് എന്നെ തടയുന്നത് പോലെ കൈ കാണിച്ചു. ആരെങ്കിലും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരാത്തത്? ആ ചോദ്യത്തിൽ അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നുള്ള അനുമാനമുണ്ട്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരുന്നില്ല എന്ന അനുമാനവും ആ ചോദ്യത്തിലുണ്ട്. അതായത് ഈ ചോദ്യം ഒരു സാധ്യതയെ തുറക്കുമ്പോൾ മറ്റൊരു സാധ്യതയെ ഇല്ലാതാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു സാധ്യതയെയും ഇല്ലാതാക്കുന്ന ചോദ്യം ആയിരിക്കരുത് അതെന്ന കാര്യം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നത്? സ്വാഭാവികമായും ആ ചോദ്യം സന്തോഷത്തോടെ ഇരിക്കാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ വിഷമിച്ചിരിക്കുന്നത് എന്ന ചോദ്യം നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഉത്തരം അതിൽ നിന്ന് കിട്ടുമോ? ഇല്ല. നേരെ നോക്കി ശക്തമായി തന്നെ ഞാൻ പറഞ്ഞു. കാരണം ഇക്കാലം അത്രയും ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണത്. ഇനി ചോദ്യം ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം പറയാം. ഗൂഗിൾ ഉദാഹരണം തന്നെ ഇവിടെയും എടുക്കാം. ഗൂഗിളിനോട് നാം ചോദിക്കുന്നു, എങ്ങനെ സന്തോഷവാനാകാം, എങ്ങനെ ദുഃഖിതയാകാം? ഗൂഗിൾ നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ളത് തരും. ഉദാഹരണത്തിന്, എങ്ങനെ എന്റെ കൂട്ടുകാരിയെ ചിരിപ്പിക്കാം എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണ്. ഇതിൽ നിന്ന് ഗൂഗിളിനൊരു കാര്യം മനസ്സിലായി. കൂട്ടുകാരികളെ ചിരിപ്പിക്കാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെന്ന്. അടുത്ത തവണ നിങ്ങൾ എങ്ങനെ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഗൂഗിൾ ബാക്കി പൂരിപ്പിക്കും. എങ്ങനെ കൂട്ടുകാരിയെ ചിരിപ്പിക്കാമെന്ന് ബാക്കി കൂടി ചേർത്ത്.
ഇനി അടുത്തതായി ഗൂഗിൾ ചെയ്യുന്ന കാര്യം എന്താണ്? അർജുൻ ചോദിച്ചു. കൂട്ടുകാരികളെ ചിരിപ്പിക്കാൻ പറ്റിയ സാധനങ്ങളുടെ പരസ്യം കാണിക്കും. അതെ, ആവേശത്തോടെ കൈയടിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. ഇത് തന്നെയാണ് നിന്റെ മനസ്സും ചെയ്യുന്നത്. നീ ആവർത്തിക്കാറുള്ള ചോദ്യങ്ങൾ മനസ്സ് ശീലിച്ച് അടുത്ത തവണ നീ ചോദിക്കുമ്പോൾ മനസ്സ് തന്നെ ബാക്കി പൂരിപ്പിക്കും. ചോദ്യങ്ങൾ ശീലമായി അവ യാന്ത്രികമാവുകയും നിന്റെ ചിന്തകളുടെ ബാക്കി പൂരിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹം ഒരു ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ച് എനിക്ക് തന്നു. കൂടെ ഒരു പ്ലേറ്റിൽ കുറെ ബിസ്ക്കറ്റും. അദ്ദേഹം ബിസ്ക്കറ്റിന്റെ ഒരു കഷ്ണം വായിലിട്ട് ചവച്ചുകൊണ്ട് പറഞ്ഞു, നാം നമ്മുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ശീലമാക്കുന്നതോടെ നാം നമ്മുടെ ചിന്തകളെ പാറ പോലെ ഉറപ്പിക്കുകയാണ്. ഈ ഉറപ്പുള്ള ചിന്തകൾ കുളത്തിലെ ഐസ് പോലെയാണെങ്കിലും നാം നമ്മുടെ വികാരങ്ങളെ യാന്ത്രികമാക്കുകയാണ്. ഈ ആവർത്തിച്ചു വരുന്ന ചിന്തകളും വികാരങ്ങളും നമ്മുടെ മനസ്സിനെ നിശ്ചലമാക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പേരും നമ്മുടെ തന്നെ മനസ്സിന്റെ, അതായത് ഭൂതകാലത്തിന്റെ അടിമകളാവുകയാണ്. ഞാൻ അദ്ദേഹത്തെ തറപ്പിച്ചു നോക്കി. എന്റെ കൃഷ്ണമണികൾ ഇപ്പോൾ താഴെ വീഴുമെന്ന് എനിക്ക് തോന്നി. ഈ ചർച്ച കഴിയുമ്പോൾ എനിക്കൊരു ഡ്രിങ്ക് വേണ്ടി വരുമെന്ന് തോന്നുന്നു. ചോദ്യം ചെയ്യുന്ന 4ാമത്തെ കാര്യം ഇതാണ്. എന്റെ കണ്ണുകൾ മേലോട്ടു പോയി. ഇനിയൊരു 4ാമത്തെ കാര്യം കൂടിയുണ്ടോ? മനുഷ്യന് ജീവിക്കാൻ ഭക്ഷണത്തെക്കാൾ പ്രധാനം ഈ ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു. ഭക്ഷണത്തെക്കാൾ പ്രധാനമായി ആരോഗ്യവതിയാകാൻ നീ നല്ല ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം ലിൻഡ. ഞാനതിന് നല്ലൊരു ഉദാഹരണം പറയാം. നീ ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഒരു പരാജയമായത്, അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിൽ പരാജയപ്പെട്ടതിന്റെ 3 കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ ചോദ്യങ്ങൾ കൊണ്ട് എന്താണ് അനുമാനിക്കാനാകുന്നത്? നീ ഒരു പരാജയമാണെന്ന് നിന്റെ മനസ്സനുമാനിക്കുന്നു. അത്തരത്തിൽ അനുമാനിച്ചെടുക്കാനാകുന്ന ചോദ്യങ്ങളാണ് ഏറ്റവും അപകടകരവും അതേസമയം ഏറ്റവും പ്രതിഫലം ലഭിക്കുന്നവയും. അതുകൊണ്ട് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ അനിവാര്യമാണ്. അർജുൻ പറയുന്നത് എനിക്ക് കാണാനാകുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പുതിയൊരു കണ്ണട ധരിച്ചതുപോലെ. അഴുക്കു പിടിച്ചതിന് പകരം വളരെ വൃത്തിയുള്ള ലെൻസാണ് ഇത്തവണ കിട്ടിയിരിക്കുന്നത്. കൊള്ളാം. എങ്കിൽ പറയൂ ലിൻഡ, എന്തുകൊണ്ടാണ് അനുമാനിക്കാൻ കഴിയുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകുന്നത്? നീ ഒരു ചോദ്യം ചോദിക്കുകയാണ്, എന്റെ വിജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നിന്റെ തലച്ചോറ് അനുമാനിക്കുന്നത് നീ ഒരു വിജയിയാണെന്നാണ്. സ്വാഭാവികമായും നിന്റെ തലച്ചോറ് നിന്നെ വിജയിയാക്കിയ കാരണങ്ങൾ കണ്ടെത്തും. ഇതുവഴി പരാജയപ്പെടാനുള്ള സാധ്യതകൾ ഒഴിവാക്കുക മാത്രമല്ല ചെയ്യുന്നത്, നീ ഇപ്പോൾ തന്നെ വിജയിയാണെന്ന് അനുമാനിക്കുക കൂടിയാണ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ആദ്യം കേൾക്കുന്നവർക്ക് വിചിത്രമായി തോന്നിയേക്കാം. എന്നാലും ചോദിച്ചുകൊണ്ടേയിരിക്കുക. പക്ഷെ കുറച്ചു കഴിയുമ്പോൾ ഇതുവഴി നെഗറ്റീവായ സാധ്യത ഇല്ലാതാക്കാനാകും. അപ്പോൾ ഞാൻ എൻ്റെ തലച്ചോറിനെ റീവയർ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു. കൊള്ളാം, ഇത് വളരെ അതിശയകരമായിരിക്കുന്നു. അർജുൻ, ഇത് കഴിയുമ്പോൾ എന്റെ തല തിളച്ചു പോകുമെന്ന് തോന്നുന്നു. ഇത് അത്രയ്ക്ക് ആഴത്തിലുള്ളതാണ്. വേണ്ട വേണ്ട, ദയവ് ചെയ്ത് നിന്റെ തല തിളപ്പിക്കരുത്. നിന്റെ മുടിയൊക്കെ കൊഴിഞ്ഞ് എന്റെ തല പോലെയാകും. അർജുൻ ചിരിച്ചു. ഏത് ചോദ്യത്തിനും ഉത്തരം തരാനുള്ള കഴിവ് നിന്റെ മനസ്സിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൂഗിളിനേക്കാളും ഒരുപാട് ശക്തിയുള്ളതാണ് നിന്റെ മനസ്സ്. ഇപ്പോൾ സെർച്ചിങ് എന്ന് പറയുന്നതിന് പകരം ഗൂഗിൾ ചെയ്യുക എന്നല്ലേ പറയുന്നത്? എങ്ങനെ തങ്ങൾക്ക് ഇന്റർനെറ്റ് എന്ന പുതിയ സംഭവത്തിന്റെ എപ്പിസെന്ററായി മാറാൻ കഴിയുമെന്നതായിരുന്നു ഗൂഗിളിന്റെ സ്ഥാപകരായ സെർജി ബ്രിനും ലാറി പേജും ചോദിച്ച ചോദ്യം. അതുപോലെ ആമസോൺ ആകട്ടെ നമ്മുടെ ഷോപ്പിംഗ് രീതി തന്നെ മാറ്റിമറിച്ചു. ആമസോണിന്റെ ജെഫ് ബെയ്സോസ് ചോദിച്ചത് എന്താണെന്നറിയാമോ? ജനങ്ങൾക്ക് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ഏറ്റവും സൗകര്യപ്രദമായും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ ആളുകളുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ലോകത്തിലെ ഏറ്റവും ഉപഭോക്തൃ കേന്ദ്രീകൃതമായ കമ്പനി തനിക്ക് എങ്ങനെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ് അദ്ദേഹം ചോദിച്ചത്. സാങ്കേതിക വിദ്യയെ നവീകരിച്ച് പുതിയ കണ്ടെത്തലുകൾ നടത്തി അത് ലഭിക്കാനായി ആളുകളെ വരിയിൽ കാത്തു നിൽക്കേണ്ട രീതിയിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് എങ്ങനെയാണ് കഴിയുമെന്നാണ് സ്റ്റീവ് ജോബ്സ് ചോദിച്ചത്. മ്യൂസിക് ബിസിനസ്സിൽ സോണി ദശാബ്ദങ്ങളായി ഉണ്ടായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിനം കമ്പ്യൂട്ടർ കമ്പനിയായ ആപ്പിൾ ഐപോഡ് എന്ന് വിളിക്കുന്ന ഉൽപ്പന്നം അവതരിപ്പിച്ചു. ആപ്പിൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു: ഞങ്ങളുടെ ആരാധകർക്ക് കൂടുതൽ സൗകര്യപ്രദമായി എങ്ങനെ ഇതുണ്ടാക്കിയെടുക്കാം?
എങ്ങനെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളെ വിപ്ലവകരമായ രീതിയിൽ മെച്ചപ്പെടുത്തുകയും കീപാഡില്ലാത്ത സെൽഫോൺ സൃഷ്ടിക്കുകയും ചെയ്യാം? ടാബ്ലറ്റ് എന്ന ഉപകരണം ഉണ്ടാക്കുന്നതിനായി എങ്ങനെയാണ് ഞങ്ങൾക്കറിയാവുന്നതെല്ലാം ഉപയോഗിക്കുക? ഇതെല്ലാം ശക്തമായ ചോദ്യങ്ങളായിരുന്നു. എല്ലാ വിജയങ്ങളും വരുന്നത് ഉന്നത നിലവാരത്തിലുള്ള ഒരുപറ്റം ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെയും അവയുടെ മേൽത്തരമായ ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിലൂടെയുമാണ്. ഇത്രയും വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് മുഴുവൻ തെറ്റായിരുന്നുവെന്ന തിരിച്ചറിവ് വീണ്ടും എന്നിൽ കുറ്റബോധം നിറച്ചു. അതിനൊക്കെ പകരമായി ഞാൻ എന്ത് ചോദ്യങ്ങളായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്? ഇന്നും എന്റെ ദിവസം പോക്കായിരിക്കുമോ? എന്റെ ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ് ഇന്നെങ്കിലും ഞാൻ നടത്തുമോ? എന്റെ മനസ്സിലെ വിഷമങ്ങൾ പോകാൻ ഞാൻ എത്ര സ്കൂപ്പ് ഐസ്ക്രീം കഴിക്കേണ്ടി വരും? ഈ ചോദ്യങ്ങളെല്ലാം എന്നെ പിന്നോട്ട് വലിക്കുകയായിരുന്നു. ആളുകൾ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ചോദ്യങ്ങളിൽ ഇത്ര കാര്യമുണ്ടോ? എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? ഇത് എങ്ങനെയാണ് എന്റെ ജീവിതം മാറ്റിമറിക്കുന്നത്? അവർ എന്നോടൊരു ചോദ്യമാണ് ചോദിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ലെന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം എന്നെ നേരത്തെ പഠിപ്പിച്ചതുപോലെ ശരീരം സ്ട്രെച്ച് ചെയ്തു. ഒരാൾ പഠിപ്പിക്കുന്നത് സ്വന്തം കാര്യത്തിൽ പ്രയോഗിക്കുന്നത് പൊതുവെ കാണാറില്ലല്ലോ. എന്നാൽ ഇവിടെ അത് കണ്ടതിൽ എനിക്ക് സന്തോഷം തോന്നി. ലിൻഡ, എന്റെ കൂടെ അകത്തേക്ക് വരൂ, നല്ല ചൂടുണ്ട്. വീടിനുള്ളിലേക്ക് അദ്ദേഹം എന്നെ നയിച്ചു. ഞാൻ അർജുനെ പിന്തുടർന്നു. അർജുന്റെ വീട് മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. എന്നാൽ അത് ഒരിക്കലും ഒരു ശതകോടീശ്വരന്റെ വീട് പോലെയല്ല. കലയും ശില്പങ്ങളും കളിമൺ രൂപങ്ങളുമൊക്കെ ആസ്വദിക്കുന്ന ഒരാളുടെ വീട് പോലെയാണത്. വളരെ ലളിതമായി ഫർണിച്ചറുകളാണ് വീടിനുള്ളിൽ. അദ്ദേഹം അടുക്കളയിലേക്ക് കയറി ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് കിച്ചൺ കൗണ്ടറിൽ വെച്ചു. സാലഡ്? ഓ, തീർച്ചയായും, ഞാൻ പറഞ്ഞു. ഉച്ചഭക്ഷണത്തിനുള്ള സമയമായെന്ന് ഞെട്ടലോടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. സാലഡ് തയ്യാറാക്കുന്നതിനിടയിൽ അർജുൻ പറഞ്ഞു, ചോദ്യങ്ങൾ ചെയ്യുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടി ചിന്തിക്കാം. ഫലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു, മറ്റ് സാധ്യതകൾ ഇല്ലാതാക്കുന്നു, ചോദ്യങ്ങൾ ശീലമാക്കി അവ യാന്ത്രികമായി മാറാൻ സഹായിക്കുന്നു, നിങ്ങളുടെ വിജയത്തെയും സ്വപ്നങ്ങളെയും പിന്തുടരാൻ നിങ്ങളെ സഹായിക്കുന്നു, ഭാവനയിലൂടെ ഇന്നവേഷൻ കണ്ടെത്തി വിജയിക്കാൻ നിങ്ങളെ സഹായിക്കുന്നു. അർജുൻ വളരെ മനോഹരവും വെട്ടിത്തിളങ്ങുന്നതുമായ സ്റ്റീൽ സിങ്കിൽ കൈകൾ കഴുകിയിട്ട് ലെറ്റ്യൂസിന്റെ മുകൾ ഭാഗത്ത് നിന്ന് 2ആയി മുറിച്ചു. കിച്ചൺ കൗണ്ടറിലെ ഒരു കസേരയിൽ ഞാൻ താടിക്ക് കൈയും കൊടുത്തിരുന്നു. ശരി, എന്നോട് ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അതെന്നെ അടുത്ത തലത്തിലേക്ക് വളരാൻ സഹായിക്കുമെന്നും എനിക്ക് മനസ്സിലായി. എന്നാൽ ഞാൻ എന്ത് ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ഒരു കത്തിയെടുത്ത് വെള്ളരിക്കയും ക്യാപ്സിക്കവും അരിയാൻ തുടങ്ങി. നമ്മളൊരു വിജയിച്ച വ്യക്തിയാണെന്ന് തോന്നിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ചോദിക്കേണ്ടത്. അതുകൊണ്ട് പോസിറ്റീവ് വികാരങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളിൽ കടപ്പാടുണ്ടാക്കുന്ന ചോദ്യങ്ങളുമായി തുടങ്ങാം. ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനോടാണ് നന്ദിയുള്ളത്? ഇപ്പോൾ നിങ്ങൾക്ക് ആരോടാണ് നന്ദിയുള്ളത്? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നിങ്ങൾക്ക് എന്തിനോടാണ് കടപ്പാടുള്ളതെന്ന് ബുദ്ധിപരമായി നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങും. പക്ഷേ നിങ്ങൾക്കിത് വൈകാരികമായി കൂടി മനസ്സിലാക്കാൻ കഴിയണം. വൈകാരികമായി നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതായത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ അനുഭവത്തോട് കടപ്പാട് തോന്നുന്നത്? ഇപ്പോൾ തന്നെ ശ്രമിച്ചു നോക്കാം. എന്തിനോടാണ് നിങ്ങൾക്ക് കടപ്പാടുള്ളത്? ആ അനുഭവത്തോട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കടപ്പാടുള്ളത്? ആരോടാണ് നിങ്ങൾക്ക് കടപ്പാടുള്ളത്? എന്തുകൊണ്ടാണ് ആ വ്യക്തിയോട് നിങ്ങൾക്ക് കടപ്പാടുള്ളത്? ഓക്കെ, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബോധം മതി. എന്നാൽ ഞാനിങ്ങനെ ചെയ്യാൻ ഓർത്തില്ല. എനിക്ക് ആരോടാണ്, എന്തിന്റെ പേരിലാണ് കടപ്പാടുള്ളതെന്ന് എന്നോട് ചോദിക്കാൻ ഞാൻ മറന്നുപോയിരുന്നു. അത് നിന്നെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇവിടെയുള്ളത്. ചുവന്ന ക്യാപ്സിക്കത്തിന്റെ ഒരു കഷ്ണം കടിച്ചുകൊണ്ട് അർജുൻ പറഞ്ഞു. ഇപ്പോഴിത് നിനക്ക് ബുദ്ധിപരമായി മനസ്സിലാക്കുകയും വൈകാരികമായി അനുഭവപ്പെടുകയും ഉള്ളിലത് ശീലമായി മാറുകയും ചെയ്യും. എങ്ങനെയാണിത് സാധ്യമാക്കുന്നത്? ഞാൻ ചോദിച്ചു. വൈ ക്വസ്റ്റ്യൻ ആൻഡ് ഹൗ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട്. വ്യത്യസ്തമായ ഏതാനും ചോദ്യങ്ങൾ വഴി അത് നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം. നേരെ നിവർന്ന് നിന്ന്
നിന്നോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കുക. ആരെയാണ് ഞാൻ സ്നേഹിക്കുന്നത്? ആരാണ് എന്നെ സ്നേഹിക്കുന്നത്? എന്തുകൊണ്ടാണ് അവരെന്നെ സ്നേഹിക്കുന്നത്? അവർ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ ഈ എല്ലാ ചോദ്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചു. പക്ഷേ ചാർലി എന്റെ ജീവിതത്തിൽ ഇല്ലെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ അതേക്കുറിച്ച് ആലോചിക്കുന്നത് കഠിനമാണ്. എന്റെ 5 വയസ്സുള്ള വാശി പിടിച്ച തലച്ചോറ് എന്നോട് പറയുന്നത് അതങ്ങ് ഒഴിവാക്ക് എന്നാണ്. പക്ഷെ എന്റെ ഹൃദയത്തിന് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല്ലിറുമുകയാണ് നീ എന്ന് എനിക്കറിയാം. ലിൻഡ, നിനക്ക് ഏറ്റവും മികച്ച തോന്നൽ തരുന്ന ഏതാനും ചോദ്യങ്ങൾ ഇനി ചോദിക്കാം. നിന്റെ ജീവിതത്തിലെ ഏറ്റവും ആവേശകരമായ 3 അനുഭവങ്ങൾ ഏതൊക്കെയാണ്? ഏറ്റവും സംതൃപ്തി തോന്നിയ 3 അനുഭവങ്ങൾ ഏതൊക്കെയാണ്? എന്തുകൊണ്ടാണ് ഈ അനുഭവം ആവേശകരമായത്? എങ്ങനെയാണ് നിനക്ക് സംതൃപ്തി അനുഭവപ്പെട്ടത്? ഈ ചോദ്യങ്ങൾ പവർ സെറിമണിയിലും നിന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുള്ള വികാരങ്ങളിലും സംയോജിപ്പിക്കുക. അതിനുശേഷം നിന്റെ മാനസികവും ശാരീരികവുമായ അവസ്ഥയ്ക്ക് റാങ്കുകൾ നൽകുക. ഏറ്റവും മോശപ്പെട്ട അവസ്ഥയ്ക്ക് 0, ഏറ്റവും നല്ല അവസ്ഥയ്ക്ക് 10 എന്നിങ്ങനെ. ഇപ്പോൾ നീ ഏത് നമ്പറിലാണ്? ഇപ്പോൾ ഈ ഉഗ്രൻ പാഠങ്ങൾക്ക് ശേഷം ഞാൻ 10-ൽ എത്തിയിരിക്കുകയാണ് അർജുൻ. ശരിക്കും ഇത്രയും അത്ഭുതകരമായ ഈ അനുഭവത്തിന് നന്ദി. ഞാൻ ഏന്തി വലിഞ്ഞ് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് എന്റെ നനഞ്ഞ കൺകോണുകൾ തുടച്ചു. ഞാൻ ഇന്ന് വളരെ വികാരാധീനയാണ്. എന്നാൽ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ കഴിയുമെന്ന അറിവ് വലിയ സ്വാതന്ത്ര്യമാണ് എനിക്ക് തരുന്നത്. യു ആർ വെൽക്കം, അദ്ദേഹം തുടർന്നു. ഞാൻ എന്നോട് തന്നെ എല്ലാ ദിവസവും ചോദിക്കുന്ന ചോദ്യങ്ങളാണിവ. നീ എന്റെ ചോദ്യങ്ങൾ ഉപയോഗിക്കണമെന്ന് തന്നെ ഇല്ല. നിനക്ക് ആവശ്യമായ ചോദ്യങ്ങൾ നിനക്ക് തന്നെ ഉണ്ടാക്കാം. നിനക്ക് വേണ്ടി ആരാണ് ചോദ്യങ്ങൾ തയ്യാറാക്കി തരുന്നതെന്ന് നിനക്കറിയാമോ? ഞാനല്ലാതെ പിന്നെ ആരാണ്? US ഗവൺമെന്റോ? എന്റെ മനസ്സിലെ ആഴത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് എനിക്കല്ലേ അറിയാവുന്നത്. അല്ലാതെ മറ്റുള്ളവരാണോ എനിക്ക് ചോദ്യമുണ്ടാക്കി തരുന്നത്? ഞാൻ പറഞ്ഞു. അല്ല ലിൻഡ, നീ ഉൾപ്പെട്ടിരിക്കുന്ന കമ്മ്യൂണിറ്റിയിലെ ആളുകൾ. മറ്റുള്ളവർ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന രീതിയിൽ തമാശക്കെന്നോണം ചുറ്റും വളരെ നാടകീയമായി നോക്കിക്കൊണ്ട് അർജുൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്റെ 10 പോയിന്റ് നേരെ 5ലേക്ക് കുത്തനെ പതിച്ചു. ഇതൊരാവശ്യമാണോ? എനിക്കൊരു കാര്യം വ്യക്തമാക്കണം. ഇപ്പോൾ എനിക്കൊരു കമ്മ്യൂണിറ്റിയുമില്ല. ആ കമ്മ്യൂണിറ്റി വളരെ കാലം മുമ്പേ നഷ്ടപ്പെട്ടെന്ന് അർജുന് മനസ്സിലായിട്ടില്ല. എനിക്കിപ്പോൾ ഒരു ഗോത്രവുമില്ല, ആളുകളുമില്ല. പെട്ടെന്ന് ഞാൻ ഒറ്റയ്ക്കായതുപോലെ എനിക്ക് തോന്നി. കൺഗ്രാജുലേഷൻ, ചാപ്റ്റർ നമ്പർ 5 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. പവർ സെറിമണി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾ ഓർമ്മകൾ മാത്രമാണെന്ന്. ഈ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങളുടെ ശരീരത്തിലുണ്ട്. ശരീരത്തിൽ എങ്ങനെ ഓർമ്മകളല്ലേ? ശരീരത്തിലും ഓർമ്മകളുണ്ട്. നിങ്ങളുടെ സെല്ലിലും മെമ്മറിയുണ്ട്. ഓർമ്മയില്ലാത്ത ഒരു സെല്ലായിരുന്നെങ്കിൽ എങ്ങനെ ഒരു സെല്ലായിരുന്ന നിങ്ങൾ ഇത്രയും 80 ട്രില്യൺ സെല്ലുകളായി മാറി? സെല്ലുലാർ മെമ്മറിയുണ്ട്. ആ ഒരു സെല്ലിൽ നിങ്ങളുടെ പരമ്പരകളുടെ ഓർമ്മയുണ്ട്, ജനറ്റിക്കായിട്ടുള്ള മെമ്മറിയുണ്ട്, സൈക്കോളജിക്കലായിട്ടുള്ള മെമ്മറിയുണ്ട്. ആ മെമ്മറി നമ്മളുടെ ലെവൽ നിന്ന് ലെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഓർമ്മകൾ മാറണം. ഓർമ്മകൾ മാറുന്നതാണ് ഡെസ്റ്റിനിയുടെ ചേഞ്ച്. നിങ്ങൾ ഓർമ്മകൾ മാറാനായിട്ട് എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും ഓർക്കുക. ഉണർവിലും ഉറക്കത്തിലും വേണ്ട കാര്യങ്ങൾ ഓർക്കുക. ഈ വേണ്ട കാര്യങ്ങൾ ഓർക്കാനായിട്ടാണ് നമ്മൾ മോർണിംഗിൽ പവർ സെറമണി ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇന്ന് മുതൽ നിങ്ങൾ പവർ സെറമണി ചെയ്ത് തുടങ്ങുവാണ്. മോർണിംഗ് പവർ സെറമണി 27 മിനിറ്റത്തെ പവർ സെറമണി ഉണ്ട്. അതിൻ്റെ ആദ്യത്തെ 12 മറ്റോ മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് തിരക്കുള്ള ആൾക്കാർക്ക് നിർത്താനുള്ള ഓപ്ഷനുണ്ട്. തിരക്കുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ ചെയ്യണമെന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. പവർ സെറമണി മോർണിംഗ് നിങ്ങൾ ചെയ്യുക, പവർ സെറമണി ഈവനിങ് നിങ്ങൾ ചെയ്യുക. എന്തിനാണ് ചെയ്യുന്നത്? ഓർമ്മകളാകുന്ന മനുഷ്യൻ
ഇന്നുള്ള ഓർമ്മകളെ നാളത്തേക്ക് ക്രിയേറ്റ് ചെയ്ത് ഇന്നത്തെ ഐഡൻറ്റിറ്റിയെ നാളത്തെ ഐഡൻറ്റിറ്റിയാക്കി മാറ്റി ട്രാപ്പിലാകാതിരിക്കാനായിട്ടാണ്. ഓർമ്മകൾ നിങ്ങളെ ഇടാതിരിക്കാനായിട്ടാണ്. ഓർമ്മകൾ നിങ്ങളെ ചങ്ങലക്കിടാതിരിക്കാനായിട്ട്, നിങ്ങളുടെ ഡെസ്റ്റിനിയെ ചങ്ങലക്കിടാതിരിക്കാനായിട്ട്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ നെക്സ്റ്റ് ലെവലിനെ ചങ്ങലക്കിടാതിരിക്കാനായിട്ട്, നിങ്ങളതിൽ നിന്ന് പൊട്ടിച്ച് പുറത്ത് ചാടാനായിട്ട് നിങ്ങൾ ഓർക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ ജീവിതത്തിലെ 7 വിജയങ്ങൾ ഓർത്ത് നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഡേ ഫുൾഫില്ലിങ് ആകുമോ? നിങ്ങൾ കൂടുതൽ വിജയിക്കാൻ സാധ്യത ഉണ്ടാകുമോ? അതാണ് നമ്മൾ പവർ സെറമണിയിലൂടെ ചെയ്യുന്ന ഡസൻസ് ഓഫ് കാര്യങ്ങളിൽ ഒരു കാര്യം. നിങ്ങൾ ചെയ്യുമോ? നെക്സ്റ്റ് 90 ഡേയ്സിലേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചാറ്റിലിടുക. 30 ഡേയ്സ് ചെയ്യുന്ന ആൾക്കാർ 30 എന്ന് ചാറ്റിലിടുക. ഒരാഴ്ച ചെയ്യുന്നുള്ള ആൾക്കാർ ഒരാഴ്ച 7 എന്ന് ചാറ്റിലിടുക. ഒരു ദിവസം ചെയ്യുക, അല്ലെങ്കിൽ 0 എന്ന് ചാറ്റിലിടുക. അറ്റ്ലീസ്റ്റ് നമുക്ക് സത്യസന്ധമായേക്കാം. പവർ സെറമണി നിങ്ങൾ ചെയ്തു. നമ്മൾ അടുത്ത ആഴ്ചയിൽ അടുത്ത ദിവസം നിങ്ങളെ സംബന്ധിച്ചോളം അടുത്ത ചാപ്റ്ററിലേക്ക് ഇറങ്ങുവാണ്. കുറച്ചുകൂടെ ഡീപ്പറായിട്ടുള്ള സൈക്കോളജിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അടുത്ത് വരാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങൾ മസ്റ്റായിട്ടും ഈ പവർ സെറമണി സ്റ്റാർട്ട് ചെയ്യുക. മോർണിംഗ് പവർ സെറമണി, ഈവനിങ് പവർ സെറമണി. I'll see you on day number 6 or chapter number 6 according to how you're doing it. Talk to you soon.